പന്തലക്കോട് കുറ്റ്യാണി സ്വദേശിയും മുൻ കൊലപാതക കേസിലെ പ്രതിയും ഗുണ്ടാ നേതാവുമായ വെട്ടുകത്തി ജോയി എന്നറിയപ്പെടുന്ന ജോയിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ ശ്രീകാര്യം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 5 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ ഒരു ഗുണ്ടാപ്പകയിൽ നടന്ന കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് പ്രതികളെ പോലീസ് വലയിലാക്കിയത്. രാത്രി ഓട്ടോയിൽ സഞ്ചരിച്ചു വന്ന ജോയിയെ കാറിൽ പിന്തുടർന്ന് വന്ന പ്രതികൾ ശ്രീകാര്യം പൗഡിക്കോണം സൊസൈറ്റി ബുക്കിന് സമീപം വച്ച് മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു. കൈകളിലും കാലിലും ഷോൾഡറിലും മാരകമായി ജോയിക്ക് പരിക്കേറ്റു. വെട്ടേറ്റിരുന്നു. 23 വെട്ടാണ് ജോയിക്കേറ്റത്. രക്തം വാർന്നു കിടന്ന ജോയിയെ ശ്രീകാര്യം പോലീസാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ശനിയാഴ്ച പുലർച്ചെയോടെ ജോയിക്ക് മരണം സംഭവിച്ചു. നിരവധി ക്രൈം കേസുകളിലെ പ്രതിയും ഗുണ്ടയുമാണ് മരണപ്പെട്ട ജോയി. പൗഡിക്കോണം വിഷ്ണു നഗർ ഭാഗത്ത് ആരും അറിയാതെ താമസിച്ചു വരികയായിരുന്നു ജോയി. നാടിന് നടുക്കിയ ഒരു സംഭവമാണ് ഉണ്ടായത്. സാമൂഹ്യ അന്തരീക്ഷം തകരുന്ന വിധത്തിലാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. അത് നേരിട്ട് കണ്ട ആ ഒരു സംഭവവും ഒപ്പം തന്നെ ആ ഒരു പരിസരത്ത് ആ ഒരു രക്തം വാർന്നു കിടക്കുന്ന മറ്റുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന്റെ ഭയാശങ്കയിലാണ് പരിസരവാസികളും നാട്ടുകാരും. അല്ലെങ്കിൽ ഒരു കൊലപാതകമൊക്കെ നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഗ്രാമത്തിന്റെ അവസ്ഥ നോക്കുമ്പോൾ എന്താണ് നിലവിൽ? തികച്ചും സമാധാനപൂർണ്ണമായ അന്തരീക്ഷമാണ് ഈ പ്രദേശത്ത് നിലനിന്നിരുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടന്നപ്പോൾ ഈ നാട്ടിൽ വലിയ ഞെട്ടൽ തന്നെയാണ് ഉളവാക്കിയിട്ടുള്ളത്. ഇപ്പോഴും പരിസരവാസികളും ഈ നാട്ടിലുള്ള ജനങ്ങളും ഇതിൽ നിന്നും മുക്തമായിട്ടില്ല. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങൾക്ക് വലിയ പിന്തുണ പ്രത്യക്ഷമായും പരോക്ഷമായും മാഫിയ സംഘങ്ങളുമായിട്ടും ഇവരുടെയൊക്കെ രീതിയിൽ സഹായങ്ങൾ ചില അധികാരികളുടെ പക്ഷത്തുനിന്നും ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആഭ്യന്തര വകുപ്പ് കൃത്യമായി ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നു. തിരിച്ച് ഇതിനെതിരായ ഒരു സംഭവ വികാസം നാട്ടിൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പോലീസ് തികഞ്ഞ രീതിയിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു സംഭവം ഇവിടെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഉണ്ടായ ഒരു ഭീതി ഇതുവരെ ആൾക്കാരുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പതിയെ ഒരു പഴയ ജീവിതത്തിലേക്ക് എത്താൻ ഈ ഒരു കടയുടമകൾക്കും വ്യാപാരികൾക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ? മാനസികപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണുമെങ്കിൽ പോലും തീർച്ചയായിട്ടും അതിന് അവർക്ക് വേണ്ടുന്നുള്ള എല്ലാ സപ്പോർട്ടും അവരെ പോയി ഇന്നലെ പോയി കാണുകയും അവരുടെ കടകൾ തുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർദ്ദേശിക്കുകയും ബാക്കിയുള്ള എല്ലാവിധ സപ്പോർട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ ഭാഗങ്ങളിൽ എല്ലാവരും സ്വൈര ജീവിതത്തിലോട്ട് കടക്കുന്നത്. ഉള്ളത് വെള്ളിയാഴ്ച രാത്രി 8:45 നിരവധി നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും മധ്യത്തിൽ വെച്ച് ഓട്ടോയിൽ നിന്ന് വലിച്ചിറക്കി അതിമൃഗീയമായി ജോയിയെ ഈ ഒരു മറ്റൊരു ഗുണ്ടാസംഘങ്ങൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. പല ഗുണ്ടാസംഘങ്ങളുമായുള്ള വൈരാഗ്യമാണ് ജോയിയെ കൊലപ്പെടുത്താൻ കാരണമായതെന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരത്തിൽ മറ്റാരെങ്കിലും കൊട്ടേഷൻ നൽകിയാണോ ജോയിയെ വകവരുത്തിയതെന്ന് അടക്കമുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നിലവിൽ അന്വേഷിച്ചു വരുന്നത്. കൂടുതൽ പേർ കൃത്യത്തിൽ പങ്കുണ്ടോ എന്നും പോലീസ് നിലവിൽ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഭാഗത്ത് സാധാരണ ജനങ്ങളാണ്, ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ജനങ്ങളാണ്. ഇത്തരത്തിൽ ഇതുവരെ വാർത്തകളിലും മറ്റുമൊക്കെ വായിച്ചറിഞ്ഞ സംഭവം, അത്തരത്തിലുള്ള സമാനമായ സംഭവം നേരിട്ട് കണ്ടതിന്റെ ആഘാതത്തിലാണ് ഈ ഒരു പരിസരവാസികളൊക്കെ ഉള്ളത്. അതിന്റെ ഒരു ഭയം മണിക്കൂറുകൾ കഴിഞ്ഞെങ്കിൽ പോലും, ഈ സംഭവം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞെങ്കിൽ പോലും ഒരു പ്രദേശവാസികളെയും വ്യാപാരികളും ഒക്കെ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്.